ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി മലയാള സിനിമയിലെ പല നടിമാരും അതല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന നടികളുമൊക്കെ തന്നെ വെളിപ്പെടുത്തലുകളുമായിട്ടിപ്പോൾ മാധ്യമത്തിൻ്റെ മുമ്പാകെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മലയാള സിനിമാ മേഖലയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു സംവിധായകനിൽ നിന്നാണ് മോശം അനുഭവം നേരിടേണ്ടി വന്നതെന്ന് നടി പറയുകയുണ്ടായി. അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. സംഭവം കൊച്ചിയിൽ ഷൂട്ടിംഗ് നടക്കുന്ന മമ്മൂട്ടിയുടെ സിനിമയിലേക്ക് ഒരു വിളി വന്നു. തൻ്റെ ജീവിതത്തിൽ ഏറെ പ്രതിസന്ധി നേരിട്ടിരുന്ന സമയമായിരുന്നു അതെന്ന് നടി പറയുന്നു. ഫോട്ടോഷൂട്ട് നടന്നു. പ്രതിഫലമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ച നടന്നു. എന്നെ സംബന്ധിച്ച് ഒരു മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കുക എന്നത് വലിയ കാര്യമായിരുന്നു. കൊച്ചിയിലെത്തി ഫോട്ടോഷൂട്ടിനൊക്കെ ശേഷം നിർമ്മാതാവ് അടക്കമുള്ളവർ എത്തുന്നുണ്ടെന്നും പരിചയപ്പെടണമെന്നും പറഞ്ഞ് വിളി വന്നു. സംവിധായകനെ കണ്ടു. ആദ്യമായിട്ടാണ് ഞാൻ അയാളെ കാണുന്നത്. ഡ്രോയിങ് റൂമിലാണ് എത്തിയത്. അവിടെ മുഴുവൻ അപരിചിതരായിരുന്നു. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് സംവിധായകൻ മുന്നോട്ട് നടന്നു. ഞാൻ അയാളെ പിന്തുടർന്നു. ഇരുണ്ട ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിലേക്കാണ് അദ്ദേഹം പോയത്. അവിടെ എത്തിയപ്പോൾ സംവിധായകൻ എൻ്റെ വളകളിൽ തൊടാൻ തുടങ്ങി. എൻ്റെ വളകൾ കണ്ട കൗതുകം കൊണ്ടാകാമെന്ന് ആദ്യം ഞാൻ കരുതിയത്. ഞാൻ എന്നോട് തന്നെ ശാന്തമായിരിക്കാൻ പറഞ്ഞു. ഇതെവിടെ വരെ പോകുമെന്ന് അറിയണമല്ലോ. എന്നാൽ ഞാൻ പ്രതികരിക്കാതിരുന്നതോടെ അയാൾ എൻ്റെ മുടിയിഴകളിൽ തലോടാൻ തുടങ്ങി. എൻ്റെ കഴുത്തുവരെ സ്പർശനമെത്തി. ഇതോടെ ഞാൻ ആ മുറിയിൽ നിന്നിറങ്ങി പെട്ടെന്ന് ഹോട്ടലിലേക്ക് പോയി. ആ രാത്രി നേരിട്ട അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ മുറിയുടെ മാസ്റ്റർ കീ ആരെങ്കിലും കൈവശപ്പെടുത്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും വാതിലിൽ മുട്ടുമോ എന്നൊക്കെ പേടിച്ചു. എന്നെ സിനിമയിലേക്ക് വിളിച്ചയാളെ തിരിച്ചു വിളിച്ച് റിട്ടേൺ ടിക്കറ്റ് വേണമെന്നറിയിച്ചു. അവർ പണം തരാൻ തയ്യാറായില്ല. ഒടുവിൽ സ്വന്തം ചെലവിൽ മടങ്ങേണ്ടി വന്നു. മലയാള സിനിമാ മേഖലയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര. ഒരു സംവിധായകനിൽ നിന്നാണ് മോശം അനുഭവം നേരിടേണ്ടി വന്നതെന്നാണ് നടി പറയുന്നത്.